ആറന്മുള മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് സാരി വിതരണം നടത്തി LDF. അംഗനവാടി ജീവനക്കാർ, ആശാവർക്കർമാർ എന്നിവർക്കാണ് സാരി നൽകിയത്. മെഴുവേലി, ചെന്നീർക്കര ഭാഗങ്ങളിലാണ് സാരി വിതരണം നടത്തിയത്. സംഭവത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പിന് തലേ ദിവസം തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ വലിയ പരാജയഭീതിയിലാണ് ഇടതുമുന്നണി. ആ പരാജയഭീതി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള നടപടികളുമായിട്ടാണ് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം ഇടതുമുന്നണി രംഗത്ത് വരികയുണ്ടായത്. പ്രധാനമായിട്ടും മണ്ഡലത്തിലെ ആശാ വർക്കർമാർക്കും അതോടൊപ്പം തന്നെ അംഗൻവാടി ടീച്ചർമാർക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് സാരി വിതരണം ചെയ്തിരിക്കുകയാണ് വീണ ജോർജ്. വീണ ജോർജിന് വേണ്ടി CPM പ്രവർത്തകരാണ് ഈ ചട്ടലംഘന പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. എന്തായാലും BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള BJP കാര്യകർത്താക്കൾ നമ്മളോടൊപ്പമുണ്ട്. സുരേട്ടാ, ഇങ്ങനൊരു ആരോപണം വരുന്നു, സാരി വിതരണം വ്യാപകമായിട്ട് നടക്കുന്നു, ഇതിനെതിരെ BJP എങ്ങനെയാണ് അതിനെ? ഇതൊരു നഗ്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഒന്ന്, സംസ്ഥാനത്തു നിന്നുള്ളൊരു മന്ത്രി കൂടിയാണ്, ഇവിടുത്തെ MLA കൂടിയായിട്ടുള്ള ആൾ. ഇതേപോലെയൊക്കെ അംഗനവാടിക്കാർക്കും അതേപോലെ ആശാവർക്കർമാർക്കും സാരിയൊക്കെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വടക്കേന്ത്യയിലൊക്കെ കേട്ടുകളുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. ഇപ്പോൾ അത് വളരെ വലിയൊരു തെരഞ്ഞെടുപ്പ് ലംഘനം തന്നെയാണ് വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നായപ്പോൾ ഈ തരത്തിലുള്ള പിൻവാതിൽ പോലെയുള്ള കാര്യങ്ങളാണ് ഇടതുപക്ഷം ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ NDAയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇത് ശക്തമായിട്ടുള്ള നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇവിടെ ആവശ്യപ്പെടാനായിട്ടുള്ളത്. ഈ ആറന്മുള മണ്ഡലത്തിൽ BJP വലിയ ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിരിക്കുന്നു, വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. ആ ഒരു പരാജയ ഭീതിയിൽ തന്നെ ആയിരിക്കില്ലേ ഇത്തരത്തിലൊരു നടപടി LDFൻ്റെ ഭാഗത്തുനിന്ന്? ഇപ്പോൾ ഇവിടെ ദേശീയ ജനാധിപത്യത്തിൻ്റെ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആറന്മുളയിൽ കഴിഞ്ഞ പതിറ്റാണ്ട് കാലമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് എങ്ങും പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം ആറന്മുളയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്നുള്ള ശ്രമത്തെ ശക്തമായിട്ട് സമരം ചെയ്ത് അവർക്ക് അവരുടെ ഭൂമി ലഭ്യമാക്കിയിട്ടുള്ള ആൾ കൂടിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ ഈ നാട്ടിൽ ജനങ്ങൾ വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിവിടെ ഇരു മുന്നണികളെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. LDF ആണെങ്കിലും UDF ആണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരാജയ ഭീതി അവർക്ക് വന്നിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻജി അദ്ദേഹം ഇവിടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സാരി കൊടുക്കുകയും അതുപോലൊക്കെ പണം കൊടുക്കുകയൊക്കെ ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇവിടെ നടക്കുന്നത്. ഇത് ഒരിക്കലും അനുവദനീയമായിട്ടുള്ള കാര്യമല്ല. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. താങ്ക് യു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് ഈ വിഷയത്തിൽ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. BJP എന്തായാലും ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ള കാര്യം BJP കാര്യകർത്താക്കൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.